ഹലോ, ഇന്നൊരു കുട്ടി ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ വെച്ചിട്ടല്ല, ഞാനും ഏട്ടനും മക്കളൊക്കെ കൂടെ നമ്മൾ 2 ദിവസത്തിന് മുമ്പ് ഏട്ടൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു 2 ദിവസം നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അന്ന് അവിടെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഒരു വെള്ളിയാഴ്ചയാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ ശനിയാഴ്ച രാവിലെയാണ് ഈ വീഡിയോ എടുക്കണേ. അപ്പോൾ അന്ന് രാവിലെ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേക്ക് നല്ല ലേറ്റായി, കാരണം തലേന്ന് രാത്രിയിൽ അല്ലുവോ വീട് മാറിയത് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു ഒട്ടും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര ചുമയായിരുന്നേ. അങ്ങനെ രാവിലെ എണീറ്റ് ലേറ്റായിട്ടാണ് വന്നപ്പോഴത്തേക്ക് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇഡ്ഡലി ഉരുളക്കിഴങ്ങ് കറിയായിരുന്നേ, കൂട്ടത്തിൽ നല്ല അടിപൊളി ബൂസ്റ്റ് അതുകൂടെ എടുത്ത് ഞാൻ കുക്കപ്പനുള്ള ഫുഡ് ആദ്യം തന്നെ കൊടുത്തു. കാരണം ഞാൻ ഇനി ബ്രഷൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും ലേറ്റായി പോകും. അപ്പോൾ അവൻ കഴിച്ചോളും. അങ്ങനെ അവനിതാ ഡോറ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കൂളില്ലാത്ത ദിവസം അവൻ TV ഒക്കെ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കാറ്. അപ്പോൾ അവൻ ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ ഞാൻ റൂമിലേക്ക് വന്നു. ലല്ലു ഉണർന്നിട്ടേ ഇല്ല. അപ്പോൾ തലേന്ന് രാത്രി ഉറങ്ങിയില്ലല്ലോ നേരെ. അപ്പോൾ ഞാൻ കിടന്നോട്ടെ, അപ്പോൾ ഉണരുമ്പോൾ ഉണർന്നാൽ മതിയെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാവേ. ഇതാ നമ്മുടെ കല്യാണത്തിന് ഈ ഫോട്ടോഗ്രാഫറൊക്കെ പണ്ട് CD ഒരു ഫോട്ടോ കലണ്ടറൊക്കെ തരുമായിരുന്നല്ലോ ആൽബത്തിൻ്റെ കൂടെ. അപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ കുറേ ഭാഗം നമ്മുടെ കുക്കപ്പം കുഞ്ഞായിരുന്നപ്പോഴത്തേക്കും വലിച്ച് കീറിയൊക്കെ കളഞ്ഞു. അപ്പോൾ ശേഷിക്കുന്ന ഭാഗമാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരുന്നത്, കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് നൊസ്റ്റു അല്ലേ. അപ്പോൾ ആൽബം എപ്പോഴും എടുത്ത് നോക്കാൻ വേണ്ടി പറ്റാത്തതുകൊണ്ട് ഞാൻ കരുതി ഇതൊന്ന് കട്ട് ചെയ്തുകൊണ്ട് വീട്ടിൽ കൊണ്ടുപോകാൻ, എന്നിട്ട് നമുക്ക് ഫ്രെയിം ചെയ്തൊക്കെ വെക്കാമെന്ന്. പക്ഷേ ഞാൻ മറന്നു പോയിട്ട് എടുത്തുകൊണ്ട് വരണ കാര്യം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഫോട്ടോ എന്ന് പറഞ്ഞാൽ. ഇത് അവസാനം എടുത്ത ഫോട്ടോയാണ്. ഇതിലെനിക്ക് മേക്കപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല, ഒക്കെ അങ്ങ് വേർത്ത് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കലണ്ടറൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എല്ലാം ഉറക്കൊഴിച്ച് വന്നു. അപ്പോൾ എഴുതിയിട്ട് വന്നപ്പോൾ തന്നെ കട്ടിലൊരു തട്ടും കൊണ്ടാണ് കേട്ടോ രാവിലെ തന്നെ കരഞ്ഞുകൊണ്ടാണ് തുടക്കം. അപ്പോൾ കരഞ്ഞുകൊണ്ട് എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം മൊത്തം ഗോവിന്ദയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മക്കളെ ചേട്ടൻ കൊച്ചു TV ഇട്ടിരിക്കണം കാണണ്ടേന്ന് കേട്ടു. അപ്പോൾ അവൻ ഇച്ചിരി സന്തോഷമൊക്കെ ആയി. അങ്ങനെ കുറച്ച് നേരം ഞാൻ എൻ്റെ മടിയിലൊക്കെ ഇരുത്തി ആളൊന്ന് ഹാപ്പിയായി. കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ ഇരുത്തിയതിന് ശേഷം ഞാൻ ഒന്ന് മുറിയുടെ നമ്മുടെ ജനലൊക്കെ ഒന്ന് തുറന്നിട്ടോ. അപ്പോൾ ഇവിടെ ഒരു പട്ടിക്കുട്ടിയുണ്ട്, ഓടക്കണം, അതിൻ്റെ പേരാണ് സ്കൂച്ചായി. അങ്ങനെ കുറച്ച് നേരം ജനലൊക്കെ ഒന്ന് തുറന്നിട്ടു. പിന്നെ നമ്മുടെ ബെഡൊക്കെ ഒന്ന് മടക്കി വയ്ക്കാമെന്ന് കരുതി. ഞാനും അതും കൂടെ താഴെയാണ് കേട്ടോ കിടന്നത്. ഏട്ടൻ കട്ടിലിൽ കിടന്നു. കാരണം എനിക്കും അവനും കൂടെ കട്ടിലിൽ കിടന്ന സ്ഥലം തികയില്ല. അവൻ ഇച്ചിരി സ്ഥലം വേണം ഇങ്ങനെ ഉരുണ്ട് കളിക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അവൻ താഴെ വന്ന് വീഴും കേട്ടോ. അതുകൊണ്ട് ഞാൻ കരുതി താഴെ തന്നെ കിടക്കാമെന്ന്. അങ്ങനെ ഞാൻ കിടന്ന തുണിയൊക്കെ ഒന്ന് മടക്കിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് ബ്രഷ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്കും അമ്മ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പിയിട്ടിട്ടുണ്ടായിരുന്നേ. അതൊക്കെ ഒന്ന് കുറച്ച് നേരം നോക്കിക്കൊണ്ടൊക്കെ നിന്നു. അപ്പോൾ ഇവിടെ കുറച്ചായിട്ട് ഇപ്പോൾ പുറകിൽ വാഴയൊക്കെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് നോക്കിക്കൊണ്ടൊക്കെ നിന്നു. പിന്നെ നമ്മൾ ബ്രഷൊക്കെ ചെയ്ത് ഒന്ന് വായൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി വന്നപ്പോഴത്തേക്കും എനിക്കൊരു കാര്യം കാണിച്ചു തരാവേ. എനിക്കിഷ്ടമില്ലാത്ത സാധനമാണ് ഈ പുളിഞ്ചിക്ക എന്ന് പറയണത്. ഉപ്പ് ഇവിടെ ഒരു മരം ഉണ്ട് കേട്ടോ, ഒരുപാട് കായ്ക്കും എന്ന് വെച്ചാൽ ഒരുപാട് കായ്ക്കും. ഇങ്ങനെ അതിൻ്റെ തുമ്പത്തുണ്ടല്ലോ, ആ കൊമ്പിൻ്റെ ചെറിയൊരു അറ്റത്ത് വരെ ഇങ്ങനെ കൊലകൊലാന്നിങ്ങനെ കായ്ച്ച് കിടക്കാറുണ്ട്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ കണ്ടോ, തുമ്പി കണ്ടോ, ആ കമ്പിൻ്റെ അവസാനമാണ് അത്. അവിടെ തന്നെ ഇങ്ങനെ മുന്തിരിങ്ങ കുലച്ച് കിടക്കുമ്പോൾ കൊലകൊലാന്ന് കിടക്കണുണ്ടോ. എനിക്കിത് ഇഷ്ടമില്ല. ഇതിന് ഭയങ്കര പുളിപ്പല്ലേ. അച്ചാറൊക്കെ ഇടുമ്പോഴത്തേക്ക് ഇച്ചിരിയൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ മീനിലൊക്കെ ഇടുമ്പം കുറച്ചൊക്കെ കഴിക്കാറുണ്ട്. അല്ലാതെ എനിക്ക് ഈ സാധനം ഇഷ്ടമില്ല. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് നേരെ ഞാൻ റൂമിൽ വന്നു. ഒന്ന് മുഖമൊക്കെ തുടച്ച് തലയൊക്കെ ഒന്ന് കെട്ടിയൊക്കെ വെച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ലല്ലുവിക്ക് ഫുഡ് കൊടുപ്പാണ്. അപ്പോൾ ലല്ലു അപ്പോൾ ഡോറയ്ക്കുള്ള വഴിയും കാണിച്ചു കൊടുത്ത് ഐഡിയാസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. ഭയങ്കരമാണ് അവൻ. അങ്ങനെ അവനതാ ഞാൻ ഇഡ്ഡലിയും കറിയൊക്കെ കൂടെ കൊടുത്തു. അത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് ഊണിന് വേണ്ടി ചിക്കൻ കറിയാണ്. അപ്പോൾ രാവിലെ ഏട്ടനൊക്കെ കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അവർക്കെന്തോ ലീഗ് നടക്കുകയാണ് കേട്ടോ. 10-14 ടീംസൊക്കെ ആയിട്ട് മത്സരം നടക്കുകയാണ്. അപ്പോൾ ഏട്ടൻ രാവിലെ പോയി കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി വൈകിട്ടോ ഇല്ലെങ്കിൽ ഉച്ചയ്ക്കൊക്കെ വരത്തുള്ളൂ. അപ്പോൾ ഞാൻ കരുതി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വയ്ക്കാമെന്ന്. അങ്ങനെ കുഞ്ഞുള്ളിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അമ്മ കുറച്ച് കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇച്ചിരി വലിയ പീസായതുകൊണ്ട് ഞാൻ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തു. പിന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുഞ്ഞനുള്ളി അതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാമെന്ന് കരുതി. മിക്സിയിൽ ചതയ്ക്കേണ്ടെന്ന് കരുതി കേട്ടോ. കാരണം എനിക്കിനി അതെടുത്ത് അരയ്ക്കാനൊന്നും വയ്യ. അപ്പോൾ ഇതിലിട്ടാകുമ്പോഴത്തേക്ക് 2-3 ഇടി ഇടിച്ചെടുക്കാമല്ലോ. അങ്ങനെ നമ്മുടെ ഉള്ളിയൊക്കെ ചതച്ചെടുത്തു. പിന്നെ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രം നോക്കിയെടുത്തു. കാരണം എനിക്ക് ഇച്ചിരി കാരിയായിട്ട് ഇങ്ങനെ വഴറ്റാനൊക്കെ സ്ഥലം വേണേ. കുഞ്ഞു പാത്രമാണെങ്കിൽ ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ ഉരുളിയൊക്കെ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണയും കടുകും കറിവേപ്പിലയും പിന്നെ നമ്മുടെ ചതച്ച വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം ഇട്ട് വഴറ്റി, പിന്നെ കുഞ്ഞനുള്ളിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റി വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് കറിവേപ്പിലയില്ലായിരുന്നു. അങ്ങനെ അമ്മ ചെന്ന് അപ്പുറത്ത് അടുത്തുള്ളൊരു ഇങ്ങനെ ഒരു വിള പോലെ ഉണ്ട് കേട്ടോ. അവിടെ ഇതുപോലെ വലിയ കരിവേപ്പില മരം ഉണ്ടായിരുന്നു. അപ്പോൾ കറിവേപ്പില കാണുമ്പോൾ എനിക്ക് അന്ന് എന്തോ ഒരു ഇതാണ്, കുറച്ച് പിച്ച് വാരി ഇട്ടില്ലെങ്കിൽ എന്തോ ഒരു മനസ്സിനൊരു വിഷമാണ്. അതിനെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമ്മുടെ ഉള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടി വെച്ചു. കൂട്ടത്തിൽ ഞാൻ ചിക്കനൊക്കെ ഒന്ന് കഴുകിയെടുത്തു. കാരണം വലിയ പീസായിരുന്നേ. അപ്പോൾ ഇത്രയും വലിയ പീസൊന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കുഞ്ഞാക്കാമെന്ന് കരുതി അങ്ങനെ അതൊക്കെ പീസാക്കി കട്ട് ചെയ്തെടുത്തു. അപ്പോഴത്തേക്ക് അമ്മ മോരും വെള്ളം കലക്കാണേ. കാണാൻ നല്ല ചന്തമാണ്, പക്ഷേ എനിക്കിത് കഴിക്കാൻ ഇഷ്ടമില്ല.
അങ്ങനെ ആകുമ്പോൾ ഇഞ്ചിയൊക്കെ ചെത്തിയിടുകയാണ് അതിൽ. അപ്പോഴാണ് മക്കൾ വന്നത്. അപ്പോൾ അമ്മയായിട്ട് തണുപ്പല്ലേ ചൂടല്ലേ, അപ്പോൾ കുറച്ച് തണുപ്പായിട്ട് ഇത് കുടിയെന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടുപേരും ഒരു ലോഡ് പുച്ഛായിരുന്നു. കാരണം അവന്മാർ ഇതല്ല ഡ്രിങ്ക്സ് എന്തോന്ന് പ്രതീക്ഷിച്ച് വന്നതാണ്. പക്ഷെ സംഭവം കിട്ടാത്തതുകൊണ്ട് പോണ് പിണങ്ങി ദേഷ്യത്തിൽ. പിന്നെ എന്തൊക്കെ കൊടുത്തൊക്കെ സമാധാനിപ്പിച്ചു. അത് കഴിഞ്ഞ് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറാൻ വേണ്ടി വെച്ചു. പിന്നെ ഞാൻ കുറച്ച് മുളകും മല്ലിയും ഒക്കെ കൂടെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുത്തേട്ടോ. എന്നിട്ട് അതുകൂടെ നമ്മുടെ ചിക്കൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാമെന്ന് കരുതി. ഇച്ചിരി വെറൈറ്റി ആയിട്ട് കിട്ടി. പച്ച ചവ ചോദിക്കും, കാരണം ഇത് പാക്കറ്റ് പൗഡർ ആയതുകൊണ്ടിട്ടേ മുളക് പൊടിയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തില്ലെങ്കിൽ കറിയിൽ എന്തോ ഒരു പച്ച ചവ പോലെയാണ്. അങ്ങനെ ഞാൻ നമ്മുടെ മസാലപ്പൊടിയൊക്കെ വറുത്തതും ചിക്കനും തക്കാളിയൊക്കെ കൂടി ഇട്ടിട്ട് ഒന്ന് മൂടി വെച്ചെടുത്തു വേവിക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്ക് അമ്മ കപ്പ ഉണ്ടായിരുന്നേ, അതൊന്ന് അടുപ്പിൽ പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇച്ചിരി വെന്ത് വന്നിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നമ്മുടെ കറിവേപ്പിലകൾ കുറച്ചുകൂടെ ഇട്ട് കൊടുത്തിട്ട് ചിക്കൻ കറി മൂടി വെച്ച് കൊടുത്തു. നമ്മുടെ ചിക്കൻ കറി കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ആരെങ്കിലും കുറ്റം പറയുന്നതിന് മുമ്പ് എൻ്റെ കുറ്റങ്ങൾ ഞാൻ തന്നെ കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഒന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി, കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ കുരുമുളക് പൊടി ഇട്ടില്ലായിരുന്നു, അത് പിന്നെയാണ് ഞാൻ ഓർത്തത്. അത് കഴിഞ്ഞ് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിരുന്ന ഞാനാണ്. പക്ഷേ ഫുഡൊക്കെ കഴിച്ച് ഞാൻ മറന്നുപോയി കേട്ടോ എല്ലാം. പിന്നെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് വൈകിട്ടൊന്ന് ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴിച്ചപ്പോഴാണ് അയ്യോ വീഡിയോ ബാക്കി എടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പോഴാണ് ഏട്ടൻ വിളിച്ചത്. അവർ 2 ദിവസം കൊണ്ടുള്ള കളിയുടെ ഫലം കണ്ടു, അവർ ജയിച്ചെന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ 14 പേര് ചേർന്നിട്ടുള്ള കളിയായിരുന്നു, ലീഗായിരുന്നു. അപ്പോൾ അതിൽ ഇവരുടെ ടീമാണ് ജയിച്ചത്. അങ്ങനെ ഏട്ടൻ കപ്പൊക്കെ കൊണ്ടുവരായിരുന്നു. അപ്പോൾ മക്കൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. ആദ്യമായിട്ടില്ല ഇതുപോലത്തെ സാധനം, ഞാൻ നേരിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും വലിയ കപ്പൊക്കെ കാണുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ മക്കൾ ലല്ലുവാവയ്ക്കാണെങ്കിൽ എന്തോ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. എന്താണ് ഈ സംഭവം, ഇതെന്താണ് സാധനം, എവിടെ നിന്ന് തുടങ്ങണം ഇത് പൊളിച്ച്. ആദ്യം കുറച്ച് നേരമൊക്കെ ഒന്ന് അന്താളിച്ചൊക്കെ നിന്നു, പിന്നെ ആൾ ഓക്കെ ആയി. അപ്പോൾ ഏട്ടന് ഒരു മെഡലും പിന്നെ 2-3 ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല ബെസ്റ്റ് ബൗളർ, ബെസ്റ്റ് ബാറ്റ്സ്മാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി. കാരണം ഇടയ്ക്കൊക്കെ ഞാൻ വഴക്കിടാറുണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടി പോകുമ്പോഴത്തേക്ക്. എന്നും രാവിലെ ഇറങ്ങി കളിക്കാൻ വേണ്ടി പോകും, തിങ്കൾ തൊട്ട് ശനി വരെ ജോലിക്ക് പോയിട്ട് ഞായറാഴ്ച കളിക്കാൻ വേണ്ടി പോകും എന്നൊക്കെ. പക്ഷേ ഇത് കണ്ടപ്പോൾ എന്തോ ഒരു സന്തോഷം. കാരണം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളില്ലേ. അപ്പോൾ ഇത് വെറുതെ പോകണമല്ലല്ലോ. അപ്പോൾ അതിനൊരു ബലം കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കര ഹാപ്പി. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പോൾ ഇതൊക്കെ ഏട്ടന് കിട്ടിയ ട്രോഫിയാണ് കേട്ടോ ക്രിക്കറ്റ് കളിച്ച്. ഇപ്പോൾ 6 പേരെ. അപ്പോൾ ഞാൻ കുക്കൂടെ പറയും അച്ഛനെയും കാട്ടി കൂടുതൽ ട്രോഫി വാങ്ങിച്ച് നമുക്ക് വയ്ക്കണം, അപ്പോൾ പഠിച്ചൊക്കെ ട്രോഫി വാങ്ങണമെന്ന്. അങ്ങനെ നമ്മളിതാ വീണ്ടും നമ്മുടെ അടുക്കളയിൽ കയറി. അപ്പോൾ ഇനി രാത്രിത്തേക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇനി ഞാൻ വീഡിയോ നീട്ടിക്കൊണ്ട് പോകണില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.